നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബിജെപിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒന്നും കണ്ട ഭാവം നടിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയിട്ടും കുലുക്കമില്ലെങ്കിൽ പിന്നെ ബിജെപി എന്തിന് ഈ നാട് ഭരിക്കുന്നു എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുന്നത്. നീറ്റ് ക്രമക്കേടിൽ ഒരു നടപടികൾക്കും സ്വമേധയാ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ. അവർ നിർബാധം ധാർഷ്ട്യം തുടരുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിൽ ബിജെപി നേതാക്കൾക്കുള്ള പങ്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പോലും ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? വിദേശത്ത് കൂടി കറങ്ങി നടക്കുന്ന പ്രധാനമന്ത്രിയോട് എത്രയും വേഗം മടങ്ങിയെത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി കുളം തോണ്ടിയിട്ട് വിദേശത്ത് കറങ്ങി നടക്കാൻ അന്തസ്സുണ്ടോ നേതാവേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ പ്രചരിച്ചുവെന്ന കാര്യം രാജ്യത്തിന് മുഴുവൻ അറിയാമെന്നും ഇതിന് നിലവിലെ ഭരണകൂടത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ വലിയ പരാജയമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. RSS BJP ബന്ധമുള്ള വൈസ് ചാൻസലർമാരും പ്രൊഫസർമാരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. യോഗ്യത നോക്കി വേണം ഇത്തരം സ്ഥാനങ്ങളിൽ ഓരോരുത്തരെ അരിയിട്ട് വാഴിക്കാനെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഗ്യതയോ പ്രാവീണ്യമോ നോക്കാതെ RSS പ്രത്യയ ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ളവരെയാണ് വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നത്. ഇത്തരം തെറ്റായ നടപടികൾ കാരണമാണ് രാജ്യത്ത് 80ഓളം തവണ വിവിധ മത്സര പരീക്ഷകളുടെ പേപ്പർ ചോർച്ചകൾ ഉണ്ടായതും 2 കോടിയോളം യുവാക്കളുടെ ഭാവി തകർന്നതെന്നും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും വലിയൊരു വീഴ്ച നടന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണ്. ഭാവിയിൽ ഇത്തരം പേപ്പർ ചോർച്ചകൾ തടയുന്നതിനായി ഒരു കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രതിപക്ഷാംഗങ്ങളുടെ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ച് അധികൃതർ ചുവറ്റുകുട്ടയിലെറിയുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞു. 2 വർഷത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ത്യാഗവും സ്വപ്നവുമാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിലൂടെ തകർക്കപ്പെട്ടതെന്നും ഇത് വിദ്യാർത്ഥികളോട് കാണിച്ച വലിയ അനീതിയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. അതിലൊരു കുറ്റബോധവുമില്ലാത്ത പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് തന്നെ അപമാനമാണ്. മക്കളുടെ നല്ല ഭാവിക്കായി അച്ഛന്മാർ വായ്പയെടുത്തും അമ്മമാർ സ്വർണം വിറ്റും പണം കണ്ടെത്തിയപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉറക്കവും സമാധാനവും കളഞ്ഞ് ഇതിനായി തയ്യാറെടുത്തത്. എന്നാൽ അവർക്ക് പകരമായി ലഭിച്ചത് സംഘടിതമായ അഴിമതിയും സർക്കാരിന്റെ നിസ്സംഗതയുമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെ ഇത്രയധികം ബാധിച്ച ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ മൗനം പാലിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഉടനടി പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ഇതിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കി വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറയണം. ഇല്ലാത്ത പക്ഷം മന്ത്രിമാരെ വഴിയിൽ തടയുവാനാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമന്ത്രി മോദിയെ വിദേശത്ത് നിന്നും വിളിച്ചു വരുത്തുമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പ്രതിപക്ഷം ഒന്നാകെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.